എന്താ പറഞ്ഞത്? ഒരാള് കോഫി കുടിക്കാനായിട്ട് വന്നാ മലബാറിലല്ലേ? രതിശേനെ എന്നോട് ഇയർ പിയേഴ്സ് ചെയ്യണമെന്ന് കൊറേ ആയിട്ടോ പറയുന്നു. ഇത് പ്ലാറ്റിനം ആണല്ലേ? ഹായ്, ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇത് നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ? അത് ഞങ്ങള് ഗോവയിൽ പോയപ്പോ വാങ്ങിച്ചതാണ് കേട്ടോ. നമ്മളെ യാത്ര ഇന്ന് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇന്ന് ലേഡീസിന് ഈ വീഡിയോ വ്ളോഗ് കാണാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും ചിലപ്പോ. എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജ്വല്ലറിയിലേക്കാണ് പോകുന്നത്. എന്റെ ബർത്ത്ഡേ ആണ്. അപ്പോ രതിശേന ഗോൾഡ് ഡയമണ്ട് എന്തെങ്കിലും അവിടെ പോയിട്ട് തീരുമാനിക്കും. എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്യാറുണ്ട് എല്ലാ പ്രാവശ്യവും. മലബാർ ഗോൾഡിൽ പോകാന്നുള്ള പ്ലാനിലാണ്. ഞങ്ങളിപ്പോൾ അധികം അവിടെയാണ് കേട്ടോ പോവാറ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഫാൻസ് ആണ് കേട്ടോ ഞങ്ങള്. അപ്പോ നമുക്കൊന്ന് പോയി നോക്കിയാലോ, അല്ലേ? ഇതിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനമാക്കാം. കുഴപ്പമില്ലല്ലോ. ആദ്യം ഞങ്ങൾ ചോദിക്കുന്നുണ്ട്, അവരെ കാണിക്കുന്നില്ലെന്ന് ചോദിക്കുന്നുണ്ട്. ഇതായിരിക്കുന്നു രണ്ടുപേരും. ഹലോ ഗോയ്സ്, ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ നമ്മൾ കിട്ടിയിട്ട് മലബാറിലേക്ക് പോയാൽ നല്ല ഗോൾഡ് ഒക്കെ കിട്ടും. അമ്മയ്ക്ക് നമുക്കൊരു ഗിഫ്റ്റ് വാങ്ങാം. ഓക്കെ, താങ്ക് യു. അതെ, നല്ല ഹാപ്പി ബർത്ത്ഡേ അല്ലേ അമ്മയുടെ. അപ്പൊ നമ്മൾ കിട്ടിയിട്ടും കൂടി സർപ്രൈസ് ആക്കാം. അപ്പൊ ഗൈസ്, നമ്മൾ പോവാൻ മലബാറിക്ക്. ഇത് കണ്ടോ മേലെ മേലെ കാർ വെച്ചിട്ടുള്ളത്? ഈ ഷോറൂം വന്നിട്ട് അധികം വർഷങ്ങളൊന്നും ആയിട്ടില്ല. അതിനു മുമ്പ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് രാജാജി നഗറിലാണ് കേട്ടോ. പക്ഷേ അത് ഇവിടുന്ന് ഒരുപാട് ദൂരെയാണ്. അതുകൊണ്ട് ഞങ്ങളിപ്പം അങ്ങോട്ട് അങ്ങനെ പോകാറില്ല. ഞങ്ങൾ എന്തെങ്കിലും ചെറിയ പർച്ചേസൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങോട്ടേ വരാറുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മലബാറിലെ ഈ ആംബിയൻസും കാര്യങ്ങളെല്ലാം. ഇവരുടെ ഹോസ്പിറ്റാലിറ്റി അത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് കേട്ടോ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ? ഇഷ്ടപ്പെട്ടോ? ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് കേട്ടോ. എനിക്കൊരു ഡയമണ്ട് ഇയറിങ്ങും പെൻഡന്റും അങ്ങനെ ഒരു സെറ്റായിട്ട് വരുമല്ലോ, എനിക്ക് അതായിരുന്നു കേട്ടോ വേണ്ടത്. ഇയറിംഗ് പെൻഡന്റ് സെറ്റിന്റെ കൂടെ മംഗൾസൂത്രാസ് ആണ് കേട്ടോ. അതിൻ്റെ തന്നെ സെന്ററിൽ ഇരിക്കുന്ന മംഗൾസൂത്ര ശ്രദ്ധിച്ചു. ശ്രീരാമൻ, സീത, ലക്ഷ്മണൻ അങ്ങനെ 3 പേരെയാണ് കേട്ടോ പെൻഡന്റിൽ കാർവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ നമ്മൾ അത്രയും ഹെവി പർച്ചേസിനല്ല വന്നത് എന്നുള്ളതുകൊണ്ടും ഞാൻ നമ്മളുടെ ഇയറിംഗ് സെറ്റൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാം നല്ല അടിപൊളി ക്യൂട്ട് കളക്ഷൻസ് ആണ് കേട്ടോ. ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനായിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. ടീനേജേഴ്സിനും വർക്കിംഗ് വുമൻസിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള സെറ്റ്സ് ഒരുപാട് ഇതിനകത്തുണ്ട് കേട്ടോ. എനിക്കും ഡെയിലി വെയറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ നോക്കുന്നത്. ഒരുപാട് ഹെവി ആയിട്ടുള്ളത് ഞാൻ വാങ്ങിക്കുന്നില്ല, പക്ഷെ തീരെ സിമ്പിൾ ആയാലും എനിക്കിഷ്ടമല്ല. ഷോപ്പിംഗ് കഴിയുന്നവരെ ഈ 2 ആളെ മാനേജ് ചെയ്യുക എന്നുള്ളതും വലിയൊരു ടാസ്ക്കാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലോ. ഇതൊക്കെ എത്ര വരും? കൂടിയായിരിക്കും അല്ലേ? നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ? കളർ സ്റ്റോൺ ഒറിജിനൽ രൂപ ഇതിലൂടെ ഇതില്ല അല്ലേ? ഡയമണ്ടിന്റെ കൂടെ ഒറിജിനൽ. ഡയമണ്ട്സിന്റെ കൂടെ ഒറിജിനൽ ജെം സ്റ്റോൺസ് ഒരിക്കലും ആഡ് ചെയ്യില്ല കേട്ടോ ഇവര്. കൂടുതലും കളർ സ്റ്റോൺസ് ആയിരിക്കും, അല്ലെങ്കിൽ പിന്നെ കസ്റ്റമൈസ് ചെയ്ത് വാങ്ങിക്കാം കേട്ടോ. കളർ ചേഞ്ച് സ്റ്റോൺസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. കളർ ചേഞ്ച് ചെയ്യുന്ന ഓപ്ഷൻസ് ഉണ്ട്. ഇതും അത് ഒരേ കളർ, സിംഗിൾ കളറാണ്. സിംഗിൾ കളറോ? ഇതെത്ര വരും? കറക്റ്റ് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മുടെ അനുവിന്റെ പേരിലൊരു സെക്ഷൻ ഉണ്ട്. അതില് ആനിക്ക ആണ്, അനിക്ക അല്ല അല്ലേ? ആനിക്ക. അതിൽ തൊട്ടടുത്തുള്ള നവരത്നമാണ് തോന്നുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം. ആനിക്ക എന്താണെന്ന് അറിയാം. ഇത് ഏതാ ക്വാളിറ്റി ഒക്കെ? ആണോ? ഇത് നന്നായിട്ടുണ്ട്. എനിക്ക് ഇങ്ങനത്തെ സെറ്റായിട്ട് ഇനി ഉണ്ടോ? എനിക്കത് പെൻഡന്റ് കുറച്ച് ചെറുതായാലും ഉണ്ടോ? ഇത് സെയിം പിന്നെ സ്റ്റോൺ ആയിട്ട് ഇതേപോലെ ചെറിയൊരു പെൻഡന്റ് ആയിട്ടല്ല. ഇതിന് ഇയറിംഗ് മാത്രമായിട്ട് എടുക്കാൻ പറ്റും.
ചിലപ്പോൾ ഞാനിത് കണ്ടിട്ടുണ്ട് കേട്ടോ. എന്റെ ചിരി കാണിച്ചു തരേ. വാട്ട് എ ചിരി. ഹലോ, ഇതെല്ലാം നല്ല ബ്യൂട്ടിഫുൾ ഡയമണ്ട് പെൻഡന്റ് കളക്ഷൻ ആണ് കേട്ടോ. എന്താ സംശയം? പ്രാവശ്യം കോഫി അത് ശരിയാണല്ലോ അല്ലേ, കോഫി ചോദിച്ചില്ല കേട്ടോ. ഇതാണ് കൃഷി ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും ഒരു പെൻഡന്റ് ചേർത്താൽ കുഴപ്പമില്ല. കാണിക്കൂ. ഇതിന്റെ മുഖത്തേക്ക് കാണില്ല. ഇത് കുഴപ്പമില്ല, ഇത് ക്യൂട്ടായിരുന്നു. ഇത് പക്ഷെ എന്റെ മുഖത്തേക്ക് ഇട്ടാലും കാണില്ല. ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഇതിന് ചേഞ്ച് ചെയ്യുന്ന സ്റ്റോൺസ് ഒന്ന് കാണിക്കോ, എങ്ങനെ ചേഞ്ച് ചെയ്യാൻ? പച്ചയിൽ മഞ്ഞ കളറുള്ള ചുവന്ന സാരി ഉണ്ടോ എന്ന് ചോദിക്കുന്ന അവസ്ഥയായിരുന്നു എനിക്ക് കേട്ടോ. ഞാനിങ്ങനെ തിരിച്ചു മറിച്ചും ഈ ഗ്രീൻ കളർ സ്റ്റോൺ ഉണ്ടോ, റെഡ് കളർ, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ സിമ്പിളാണ്. എനിക്ക് ഇത്രയും ഹെവി ആയിട്ടുള്ള പെൻഡൻ്റ് ആവശ്യമില്ലായിരുന്നു. പിന്നെ ഞങ്ങളെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു സെറ്റായിരുന്നു എനിക്ക് ആവശ്യം. ഇത് കുറച്ച് ഹെവി ആയിപ്പോയി. അപ്പം ഞാൻ അതാ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, കുറച്ചൊന്ന് സിമ്പിളാക്കി തരാമോ. ഇയറിങ് എനിക്ക് സെയിം ടൈപ്പ് തന്നെ, ഇതേ വലിപ്പം വേണം ഇയറിങ്. പക്ഷേ എനിക്ക് പെൻഡൻറ്റ് ഇത്രയും ഹെവി ആയിട്ടുള്ളത് വേണ്ട, കുറച്ച് ചെറുതാക്കി അങ്ങനെയുള്ള സെറ്റ് ഉണ്ടോ, അത് കസ്റ്റമൈസ് ചെയ്ത് തരാൻ പറ്റുമോ എന്നൊക്കെയുള്ള ടെൻഷനാണ് കേട്ടോ. അതാണ് ഞാൻ ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സെയിൽസ്മാൻ ഒരു മാംഗ്ലൂരിയൻ ആയിരുന്നു, പക്ഷേ പുള്ളി നന്നായിട്ട് മലയാളം സംസാരിക്കുന്നുമുണ്ട്. പിന്നെ നമ്മൾ ഈ പച്ചയല്ല നീലയല്ല എന്നൊക്കെ പറയുന്ന സമയത്ത് പുള്ളി അതിനനുസരിച്ച് ഒരുപാട് കളക്ഷൻസ് എടുത്ത് കാണിക്കുകയും ചെയ്തു കേട്ടോ. അതൊക്കെ പെൻഡന്റ് വെച്ച് നോക്കുന്നേ ഉള്ളൂ. എനിക്ക് ഇയറിംഗ് ആണ് ഫേസിന് ഭംഗിട്ടോന്ന് പറയാൻ. പെൻഡന്നല്ല ഇയറിംഗ്. അതല്ല ഇത് സ്റ്റോൺ ചേഞ്ചബിൾ അല്ല, പക്ഷെ ഇനി ഒരെണ്ണം ഉണ്ട്, അത് സ്റ്റോൺ ചേഞ്ച് ചെയ്യാം. എന്നാലും എനിക്കിത് ഭയങ്കര ഇഷ്ടം. ഇത് 100% അല്ല സെയിൽ ചെയ്യാണെന്നുണ്ടെങ്കിൽ 90% ഡയമണ്ട് വാല്യൂ, നമ്മുടെ ഗോൾഡ് വാല്യൂ 80%. ഇപ്പൊ നിങ്ങൾ ഗോൾഡ് ഇവിടെ എടുക്കുന്നില്ലേ സെയിൽ ചെയ്യാണെന്നുണ്ടെങ്കിൽ? സെയിൽ ചെയ്യാണെങ്കിൽ ബില്ലാണ്. ഇത് ഔട്ട്സൈഡ് മലബാറാണെങ്കിൽ 5% റേറ്റാണ്. മലബാറാണെങ്കിൽ 2% റേറ്റ്. ഇത് 18 ക്യാരറ്റ് അല്ലേ? 18 ക്യാരറ്റ്. ഇത് 14 ഒക്കെ ഉണ്ട് തോന്നുന്നു അല്ലേ? 14 വരും, പക്ഷേ ഇത് 18 ക്യാരറ്റ്. ഇതെത്രയാ പറഞ്ഞ? 96. എന്ത് ഭംഗിയില്ല. ഇങ്ങനെ സ്റ്റോണും ചേഞ്ച് ചെയ്യാം. ഈ ഇയറിംഗ് കണ്ടോ, ഇത് കണ്ടോ, ഇതിന്റെ സ്റ്റോൺ ചേഞ്ച് ചെയ്യാം. നമുക്കന്നെ ചെയ്യാമോ? നോർമലും ഇത് തമ്മിലുള്ള വ്യത്യാസം കണ്ടോ അല്ലേ? കോഫി ടീ എനിക്ക് കളർ സ്റ്റോൺ ആണ് കേട്ടോ അധികം ഇഷ്ടപ്പെട്ടത്. ഇതെനിക്ക് എത്ര ഇഷ്ടപ്പെട്ടില്ല, എന്താ അറിയില്ല, ഒരു സ്ക്വയർ ടൈപ്പ് അല്ലേ. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇത് ചെയ്യാൻ പ്രൈസ് കുറച്ച് കൂടുതലാണ് പറഞ്ഞത്. ഗോൾഡിനൊക്കെ വല്ലാതെ വില കൂടിയില്ലല്ലേ, പിന്നെ ഡയമണ്ട് കൂടെ ആയപ്പോൾ പിന്നെ പറയാൻ വേണ്ട. നല്ല കളക്ഷൻസ് ഉണ്ടോ കേട്ടോ ഇവിടെ. എനിക്കിത് കംപ്ലീറ്റ് സെറ്റായിട്ട് എടുക്കണം എന്നുണ്ടായിരുന്നു. അതാ ഞാൻ ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത്.
ഇങ്ങനെ പിന്നെ ഇത് പിന്നെ നോർമലായിട്ട് ഇപ്പൊ പ്രത്യേകിച്ച് ഒരു ഇതൊന്നും തോന്നുന്നില്ല. എടുക്കാം അത്രേ ഉള്ളൂ. ഇത് രണ്ടുമാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത്. ഇതെനിക്ക് ഫുൾ സെറ്റായിട്ടേ ഇഷ്ടപ്പെട്ടു. ഇത് പിന്നെ ഞാൻ എടുക്കുകയാണെങ്കിൽ ഇയറിംഗ് മാത്രമേ എടുക്കുള്ളൂ. നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടെന്ന് പറയണേ, കമന്റ് ചെയ്യണം കേട്ടോ. വേറൊരു ക്യൂട്ട് സെറ്റ് കിട്ടി കേട്ടോ. ഇതും കുഴപ്പമില്ല. ഇത് പക്ഷെ അല്ലേ ഇത് ഡ്രസ്സിലൊക്കെ കുളത്തി പിടിക്കുമെന്ന്, ഡ്രസ്സിലൊക്കെ അത് പിടിക്കുമെന്ന് എനിക്കൊരു പേടിയുണ്ട്. ഞാനൊക്കെ ഡെയിലി വെയറിന് വേണ്ടിയിട്ടായിരുന്നു. 4 സെറ്റ് കേട്ടോ. ഇപ്പൊ നോക്കി വെച്ചത് കൺഫേം ചെയ്തിട്ടില്ല, സോറി. 20% ഡയമണ്ട് വാല്യൂ ഇത്തിരി കുറവാണ് ഇതിൽ കമ്പയർ ചെയ്താൽ. കുറവാണോ ഇതില്? ഇതിൽ മാത്രം ഇത് രണ്ടിനും ചേർന്ന് നിങ്ങൾക്ക് ഡയമണ്ട് വാല്യൂ 80,000. ഇതിൽ ഓൺലി ഇയറിംഗ്സിൽ 50,000 ഡയമണ്ട് വാല്യൂ. 1,86,000 ഫോർ ദീസ് ഇയറിംഗ്സ്. ഇയറിംഗ് മാത്രം? ഇയറിംഗ് എന്താ പറഞ്ഞത്? ഒരാള് കോഫി കുടിക്കാനായിട്ട് വന്ന മലബാറിലല്ലേ? പിന്നെ എന്നോട് കാർഡ് കിട്ടണം എന്ന് പറഞ്ഞ കേട്ടോ. ഇവിടെ ജ്വല്ലറിയിൽ എത്ര പേടിയ സെറ്റ് മാറിപ്പോയി അല്ലേ? ഇത് എനിക്കിഷ്ടമായി. ഇത് എങ്ങനെയും ഒന്ന് സെറ്റ് ചെയ്തൊരു 1.5 വാങ്ങിക്കാം. കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു 1.5 സെറ്റ്. വേറെ മോഡലാണ് നമുക്കുണ്ടോ? സെയിം ഉണ്ടോ? സെയിം അല്ല, അപ്പൊ എനിക്കൊരു വേറെ മോഡൽ ഉണ്ടോ കാണും. എനിക്ക് ഇതേ വേണം. അതെനിക്കിഷ്ടം. ഇഷ്ടപ്പെട്ടാല് ഒരു ഇത് നമുക്ക് അറേഞ്ച് ചെയ്താൽ. ആണോ? എനിക്ക് ഇത് സെയിം സെറ്റ് മതി. പക്ഷെ ഇത് ഒരു 1.5 സെറ്റ് ചെയ്ത് തരണം. ഇതൊന്നും തന്നെ മതി. പക്ഷെ ഈ പെൻറ്റന്റ് ഞാൻ ഇതുകൊണ്ടേ പോകും. ഇതുകൊണ്ട് ഞാൻ പോകും. ഇത്ര വലുതുണ്ടാവില്ല, പക്ഷെ നിങ്ങൾ ബഡ്ജറ്റിൽ കിട്ടും. പക്ഷെ കാണാൻ ഇത്ര വലുതുണ്ടാവും. ഓക്കെ. ഇത് ജസ്റ്റ് നമ്മൾ ഇത് ഫെച്ച് ചെയ്യാൻ പറഞ്ഞ ഇത് എല്ലാം ഓൾ ഓവർ മലബാറിൽ അവൈലബിൾ ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇതേ വേണമെങ്കിൽ നമ്മൾ ഇവിടെ ഏറം ചെയ്ത് തരാം. സെയിം പ്രോഡക്റ്റ് ഇപ്പൊ ഇവിടെ ജസ്റ്റ് നിങ്ങൾക്ക് ഇത് നോക്കി ഇത് എല്ലാ ഷോറൂമിലുള്ള കളക്ഷൻസ് ഫിൽട്ടർ ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് ഞാൻ നോർമലി ഈ കളർ ഷോൺ ഇട്ടപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ പെണ്ണിട്ട് 1.5 lakhs റേഞ്ച് അപ്പോഴാണ്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇങ്ങനെ കാണിക്കും. ഇങ്ങനെ ആകുമ്പോ ഒരുപാട് വലിപ്പല്ലേ തോന്നിക്കുന്നത്. പക്ഷെ അത് സൈസ് ഒരു ഇത്ര വലുതുണ്ടാവില്ല. ഒരു നോർമൽ ഈ സൈസ് ഉണ്ടാവും. കുടിച്ചോ അനുവിന്? അങ്ങനെയാണോ കോഫി കുടിക്കുക? ഐസ്ക്രീം കഴിക്കണ പോലെയാണോ? ഈ സെറ്റ് ഞാൻ കൺഫേം ചെയ്തു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പറഞ്ഞില്ലേ. പിന്നെ ഞാനിത് എടുത്തില്ലെങ്കിൽ പിന്നെ എനിക്കൊരു റിഗ്രറ്റ് ഫീൽ ചെയ്യും കുറച്ച് കഴിഞ്ഞാൽ. പക്ഷെ ഞാനിതൊന്ന് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമായിരുന്നു. കാരണം എനിക്ക് പെൻഡൻറ്റ് ഇത്രയും വലിപ്പത്തിൽ വേണമെന്നില്ലായിരുന്നു. ഇതിപ്പോൾ ഞങ്ങളുടെ ബഡ്ജറ്റിന് പുറത്തു പോയി. പക്ഷേ വേറെ മാർഗ്ഗമില്ലല്ലോ. ഇതൊക്കെ ഇവിടുത്തെ ബ്രൈഡൽ കളക്ഷൻ സെറ്റാണ് കേട്ടോ. ഞാനിത് വെറുതെ ഒന്ന് വെച്ച് നോക്കിയെന്ന് മാത്രം. എന്ത് ബ്യൂട്ടിഫുൾ ആണല്ലേ. ഭാവിയിൽ ജോലിയൊക്കെ എടുത്തിട്ട് വാങ്ങിച്ചോ. ഇതിനൊക്കെ എത്ര വരും? 16. നേരെ നിൽക്കുക. അത് കുത്തുന്നോ? അത് കുത്തണ്ട. രതിശേഖരനെ എന്നോട് ഇയർ പിയേഴ്സ് ചെയ്യണമെന്ന് കുറെ ആയിട്ട് പറയുന്നു. അപ്പൊ നോക്കിയാലോ എന്ന് പറയുമ്പോ ഇപ്പം പുള്ളിക്കൊരു പേടി. ഇത് പ്ലാറ്റിനം ആണല്ലേ? പോവാതെ നോക്കണം. റിങ്ങാ ഭംഗി.
കുത്തേണ്ട ആവശ്യമില്ല, വെറുതെ വെച്ചാലും മതി. പോവും. 34,200. ഒരെണ്ണത്തിനോ? രണ്ട് ചെയ്യും. ഒരെണ്ണം വരും. ഒരെണ്ണമാണെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 18,000 വരും. റെഡ് സ്റ്റോണും നല്ല ഭംഗി. എന്തുകൂടെ ഇതൊക്കെ ഗോൾഡ് ആണ് കേട്ടോ. ബ്രൈഡൽ കളക്ഷൻ ആ തോന്നുന്നു. ഇവിടെ ആനുവിന് കമ്മല് വേണം എന്ന് പറഞ്ഞിട്ട് ബഹളം വയ്ക്കുന്നു. ഇത് ഡയമണ്ട് പോലെ തോന്നുന്നു, നല്ല ഷൈനിങ് ഉണ്ട് കേട്ടോ. ഈ സ്റ്റോണ എന്ത് സ്റ്റോണാന്ന് അറിയില്ല, പക്ഷെ ഗോൾഡ് സെക്ഷനാ വേണ്ടത്. ഇവിടെ അനുവിന് കമ്മല് വാങ്ങിച്ചു കൊടുക്കുമെന്ന് നോക്കട്ടെ. അയച്ചിട്ടാ. അപ്പൊ ഇതെന്താ ചെവിയിലെന്താ പോ വേണ്ടത്? എന്താ വേണ്ട അനുവിന്? ഏതാ ഇഷ്ടപ്പെട്ടെ? സ്വാനോ? സ്റ്റാറോ? ആ ബ്ലൂ കളറോ? സ്റ്റാർ വാങ്ങിയിട്ട് അതിന്റെ കളർ പോലും ആ അത് പക്ഷെ സേഫ് ഗോൾഡാന്ന് ശരിക്കില്ല. എന്ത് കുഴപ്പമില്ല. അത് പക്ഷെ വേഗം വളഞ്ഞു പോകും. വളഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. തുറന്നാവും. 53,000. കാണാന് സിമ്പിൾ ഡിസൈൻ. നല്ല ഡയമണ്ട് പോലെ നല്ല ഷൈനിങ് ആണ്. ഇത് അമേരിക്ക ഫസ്റ്റ് വൺ. ഇത് സിർക്കോൺ സ്റ്റോൺ ആണ്. ഡയമണ്ട് സിർക്കോൺ സ്റ്റോൺ ആണ്. നല്ല ഷൈനിങ് ഉണ്ട് കേട്ടോ. ഡയമണ്ട് അതെ, ഡയമണ്ടിനെ തോൽപ്പിക്കുന്നത്. ഇത് 100 ഡയമണ്ട്സ്. ഈ കമ്മൽ ഞാനും നാച്ചുറൽ ഡയമണ്ട് ആണ്, വിതൗട്ട് കട്ട് ആൻഡ് പോളിഷ്. ആ അറിയാം, ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഒരു ബാങ്കിൾ അത് വാങ്ങിച്ചു. 22 ക്യാരറ്റ് തന്നെ അവിടെ. ഇത് 22 ക്യാരറ്റ് അല്ലേ? 18 വരും, 22 വരും. ആണോ? ഇത് 22 ക്യാരറ്റ്. ഇത് ഇത് 18 ക്യാരറ്റ് ആണ്. കുറച്ച് സ്റ്റൈലിഷ് ആയതൊക്കെ 18 ക്യാരറ്റ്. ഇത് ഈ ഗ്രീൻ വരുന്ന 22 ക്യാരറ്റ്. 20. എത്ര വരും അത്? പ്രൈസ് ഒന്ന് നോക്കിയിട്ട് പറയാം. ഇത് ഇല്ല. റൂബി very okay. യെല്ലോ അല്ലേ? ഡയമണ്ട് പോലെ തോന്നും അല്ലേ? ഡയമണ്ട് അല്ല, നോർമൽ സ്റ്റോൺ. ഫസ്റ്റ് വൺ നോക്കണ്ടോ പേളിന്റെ പോലെ. അത് പണ്ടുള്ള അമ്മൂമ്മമാരൊക്കെ ഇടും ഈ സെയിം സ്റ്റോൺ. അപ്പൊ ഇത് ഇത് എത്ര വരും? ഫ്ലവറിന്റെ ഫ്ലവറിന്റെ ഭംഗിയുണ്ട്. അത് നല്ല ഭംഗിയുണ്ട് അല്ലേ? കുറച്ച് പ്രായമുള്ളവരൊക്കെ യൂസ് ചെയ്യുന്ന പോലെ. അപ്പൊ ഇതോ ഇതോ അത് കുഴപ്പമില്ല. ഇത് ഭംഗിയുണ്ട്. ശ്രദ്ധിച്ചു. ഇതും ഭംഗിയുണ്ട്. ഗോൾഡ് ആൻഡ് അൺകട്ട് ഡയമണ്ട് സെക്ഷനിലെല്ലാം പുതിയ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ വീണ്ടും തിരിച്ച് ഡയമണ്ട് സെക്ഷനിലേക്ക് തന്നെ വന്നു. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഗോൾഡ് സെക്ഷനിലും. കട്ടായി പോകുന്നറിയില്ല അല്ലേ? കട്ടായി പോകുന്നത്. ഇത് 18 ക്യാരറ്റ് ആകുമ്പോൾ ഇത് 18 ക്യാരറ്റ്. യെല്ലോ ഫിനിഷിംഗ്. ഡയമണ്ട് സ്റ്റോൺസ് ഉണ്ടാവും. റോസ് ഗോൾഡ് അല്ല അല്ലേ? എല്ലാ വെള്ള പിന്നെ അവിടെ ഇത്തിരി യെല്ലോ ഫിനിഷിംഗ്. ഇത് അപ്പുറത്തെയോ? മിക്കവാറും അതിന് ഫോൺ ചെയ്തില്ല. ഫോൺ കൊടുക്കാൻ പാടില്ലല്ലോ. അപ്പൊ അമ്മ എന്തിനാ ഇത് കണ്ടോ, ബാംഗിൾസ് ഒക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് ഈ ബാംഗിൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നന്നായിട്ടുണ്ട്. അമ്മമാർക്കൊക്കെ ഇടാൻ നല്ല ഭംഗിയാട്ടോ. ഇതുപോലെ ഈ ഡയമണ്ട് നെക്ലേസ് നന്നായിട്ടുണ്ട്.
നന്നായിട്ടില്ലേ? ഒരു വെറൈറ്റി ഡിസൈൻ അല്ലേ? ഭംഗിയുണ്ട്. സെയിം ബാംഗിൾസ്, കളർ സ്റ്റോൺ ബാംഗിൾസ് ഒക്കെ നന്നായിട്ടുണ്ട്. ഞാൻ ഇത് കൺഫേം ചെയ്തു കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഈ വേറെ ഏതെങ്കിലും സെലക്ട് ചെയ്താലും എനിക്കൊരു റിഗ്രറ്റ് ഫീൽ ചെയ്യും. പിന്നെ അപ്പൊ ഇതന്നെ മതി എന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ നമ്മൾ ഈ ഫുൾ സെറ്റിൻ്റെ ഫൈനൽ എമൗണ്ട് നോക്കുകയാണ് കേട്ടോ. ബാക്കിയുള്ള ജ്വല്ലറീസ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവർ കുറച്ചുകൂടിയൊക്കെ ഒരു ചെറിയ ഡിസ്കൗണ്ടൊക്കെ കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ജ്വല്ലറിയിൽ കോമൺ ആയിട്ട് കാണുന്ന ഡിസൈൻസ് അല്ലാതെ ഡിഫറെൻറ്റ് പാറ്റേൺസ് എനിക്ക് ഇവിടെ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ അങ്ങനെ ഒരുപാട് പുതിയ ഡിസൈൻസ് ഉള്ള പോലെ. പിന്നെ ഡയമണ്ട് വാങ്ങിക്കുമ്പം എന്താണെങ്കിലും നമ്മൾ ലേഡീസിനുള്ള ഒരു ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ ഇത് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും, സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് വാല്യൂ ഉണ്ടായിരിക്കുമോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ അല്ലേ. പക്ഷേ അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഡയമണ്ട്സിന് സെയിൽ ചെയ്യുന്ന സമയത്ത് മാത്രം ഒരു 10% എന്തോ ഡിഡക്ഷൻ വരുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാന്നുണ്ടെങ്കിൽ 100% എക്സ്ചേഞ്ച് വാല്യൂ ഇവർ ഇപ്പോഴും ഓഫർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ഒരു സെറ്റ് എനിക്ക് കിട്ടി. ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഇത് കൺഫേം ചെയ്തു. എങ്ങനെയുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഈ രണ്ടാളെയും ക്ഷമ നശിച്ചു കേട്ടോ. അവർക്ക് ഇത്രയും സമയമൊന്നും ഷോപ്പിങ്ങിനൊന്നും സ്പെൻഡ് ചെയ്യുന്നൊന്നും ഇഷ്ടമല്ല. കുഞ്ഞുങ്ങളല്ലേ, പക്ഷെ മാറിക്കോളൂ അല്ലേ. അവർ രണ്ടുപേരും ഇരിക്കുന്ന സ്ഥലത്തു നിന്നൊക്കെ എഴുന്നേറ്റ് പോയി നല്ല വികൃതിയാണ് കേട്ടോ. നമ്മൾ ഇറങ്ങി കേട്ടോ. ഇറങ്ങിയപ്പോഴത്തേക്ക് ലേറ്റ് ആയി. അപ്പോ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി കേട്ടോ. മലബാറിൽ നിന്ന് ഇറങ്ങി നമ്മള് മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്ന് ഇറങ്ങി കേട്ടോ നമ്മള്. അപ്പോ ലേറ്റ് ആയി, രാത്രിയായി. അതങ്ങനെയാണല്ലോ അല്ലെ. ഷോപ്പിങ്ങിന് എവിടെ പോയാലും നമ്മൾ ലേഡീസ് ലേറ്റ് ആക്കുമല്ലോ അല്ലെ. ഇന്ന് എന്റെ കൂടെ കൂടിയതിന് താങ്ക് യു സോ മച്ച്. വീണ്ടും കാണാം. ബൈ.